കിടപ്പ് രോഗിയായ അമ്മയെ കട്ടിലിൽ നിന്നും വലിച്ചു നിലത്തിട്ട് ചവിട്ടിക്കൊന്ന കേസിൽ അറസ്റ്റിലായ വെമ്പായം തേക്കട ഭൂതത്താൻകുഴി പുത്തൻവീട്ടിൽ മണികണ്ഠൻ മദ്യവെച്ച് പതിവായി വീട്ടിലും നാട്ടിലും അക്രമങ്ങൾ നടത്തുന്നയാൾ. അമ്മ ഓമനയാണ് കേസുകളിൽ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നത്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ വധിക്കുമെന്ന് ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയതിന് മണികണ്ഠനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. മകന് മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഓമനയാണ് അന്ന് കേസിൽ നിന്നും മകനെ രക്ഷപ്പെടുത്തിയത്. സഹോദരി അനിതകുമാരിയുടെ കൺമുന്നിലായിരുന്നു കൊലപാതകം. മണികണ്ഠന്റെ മർദ്ദനത്തിൽ ഓമനയുടെ കൈകാലുകൾ ഒടിഞ്ഞു. 6 മാസം മുൻപ് മണികണ്ഠൻ തള്ളി വീഴ്ത്തി തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പിതാവ് തങ്കപ്പൻ പിള്ള സഹോദരിയുടെ മകളുടെ വീട്ടിലായിരുന്നു താമസം. പണയത്തിലായ ബൈക്ക് തിരിച്ചെടുക്കാൻ പണം ആവശ്യപ്പെട്ട് മണികണ്ഠൻ ഓമനയെ അസഭ്യം പറഞ്ഞാണ് തുടക്കം. തുടർന്ന് കട്ടിൽ നിന്നും ചവിട്ടി നിലത്തിട്ട് അതിക്രൂരമായി മർദ്ദിച്ചു. നിലവിളി കേട്ട് ഓടിയെത്തിയ അനിതകുമാരി തള്ളി മാറ്റിയെങ്കിലും മണികണ്ഠൻ മർദ്ദനം തുടർന്നു. ബഹളം പതിവായതിനാൽ അയൽവാസികൾ ആരും ആദ്യം എത്തിയില്ല. രക്തം വാർന്നു കിടന്ന ഓമനയെ മണികണ്ഠൻ സ്ഥലം വിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായത്. തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ അധികം വൈകാതെ തന്നെ ഓമന മരിച്ചു. മണികണ്ഠൻ വീടിനും പതിവായി നാശമുണ്ടാക്കും. വീടിന്റെ ഇളകിപ്പോയ കഥകൾ പോലും ഇക്കാരണത്താൽ മാറ്റിയിട്ടില്ല. മദ്യവെച്ച് പതിവായി വീട്ടിലും നാട്ടിലും അക്രമങ്ങൾ നടത്തുന്ന മണികണ്ഠനെ പോലീസ് പിടികൂടിയാലും ഓമനയമ്മ സ്റ്റേഷനിലെത്തി പുറത്തിറക്കുമെന്നും ബന്ധുക്കൾ പറയുന്നു.